ഹായ് ഹലോ ഹവയ്യോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആകാറായതുകൊണ്ടും ആഫ്റ്റർ സ്കൂൾ കട്ട് ചെയ്തുകൊണ്ടും ഞങ്ങൾ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചാണ് പലപ്പോഴും സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുക. അപ്പം നമ്മൾ ബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ദൂരത്താണ് വന്നിറങ്ങുക. അവിടുന്ന് നമുക്ക് നമ്മുടെ സമ്മർ ഹൗസസ് വഴിയാണ് നമ്മൾ വീട്ടിലേക്ക് പോവുക. അതാണ് നമുക്ക് ഈസി വേ. ഇതിനകത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇതിൽ വിൻ്റർ ടൈമിലൊന്നും അധികം അങ്ങനെ ആരും കാണത്തില്ല. കാരണം ഇത് ഈ എല്ലാം ഒന്നും കറക്റ്റ് വുഡൊന്നും അല്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ടൈമുകളിലൊന്നും ആളുകൾ താമസിക്കാറില്ല. എന്നാൽ ബാക്കി ടൈമുകളിലൊക്കെ ഇവിടെ ഉണ്ടാവും. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമ്മർ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇവരാരും അങ്ങോട്ട് പ്രോപ്പറായിട്ട് ഇവിടെ വന്ന് അങ്ങോട്ട് താമസമായിട്ടില്ല കേട്ടോ. ജസ്റ്റ് മെയിൻ്റെനൻസും സീഡ്ലിങ്ങും അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് കൂടെയാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊല്ലം ഇവിടെ ഒരു സമ്മർ എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു തരം ക്ലൈമറ്റാണ്. അതുകൊണ്ടായിരിക്കാം മേ ബി വെക്കേഷൻസൊക്കെ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും ഇവിടവും തിരക്കാവുമെന്ന് തോന്നുന്നു. അപ്പം ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ഇവിടെ ഫുൾ ആപ്പിൾസും ഫ്ലവേഴ്സും അങ്ങനെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ മുക്കാൽ പെണ്ണും ഓൺ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് വന്ന് താമസിക്കുക. ചിലത് അവർ ലീസിന് കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് താമസിക്കാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ പോലെ ലീസിന് വന്ന ഒരു ഗ്രാനിയായിട്ട് ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. ഗ്രാനി ഞങ്ങൾക്ക് ആപ്പിളും ഓണത്തിന് അത്തപ്പൂക്കളം ഫ്ലവേഴ്സും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെ ചിലർ നമ്മളോട് എളുപ്പം കമ്പനിയാവും കേട്ടോ. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും. ഞാൻ എൻ്റെ ഓണം റീൽസ് എസ്പെഷ്യലി ആ ടൈമിലുള്ള കുറേ റീൽസിൻ്റെ ലൊക്കേഷൻസ് ഇതായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഒരു ഇന്ത്യൻ അറ്റയറിലൊക്കെ ഇവിടെ വരുമ്പം ഇവിടെ ഉള്ളവരൊക്കെ നമ്മളോട് സംസാരിക്കും. ഇതെന്താ സാധനം, ഈ തലയിൽ എന്താ സാധനം, ഈ കയ്യിൽ എന്താ സാധനം, അങ്ങനെ ഭയങ്കര ഡൗട്ട്സ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ ഒരു റൗണ്ട് എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇനി ഈ പോകുന്ന വഴി ഒരു ഫോർസ്കോളയുണ്ട്. ഇന്ന് ഫോർസ്കോള ടൈം കഴിഞ്ഞുകൊണ്ട് ഇവിടെ കിഡ്സൊന്നും ഇല്ല. അല്ലെങ്കിൽ നോർമലി ഇവിടെ നിറയെ കിഡ്സ് ഉണ്ടാകാറുണ്ട്. പിള്ളേരുടെ കലപിലയും ഒക്കെ നമ്മുടെ നാട്ടിലെ കൂട്ടില്ലേ പോലും ചെറിയ രീതിയിൽ ഉണ്ടാകാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വീട്ടിലെത്തുന്നു. അപ്പം വേറൊരു ഷോർട്സിൽ കാണാം. എല്ലാവർക്കും ബൈ.